നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ അത്ര സന്തോഷകരമല്ലാത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷകരം അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ മുന്നിലിരിക്കുന്ന 3 അഡീനിയം ചെടികൾ കണ്ടിട്ടുണ്ടാവും. 3 പേർക്കും കാര്യമായിട്ട് ഒരു അപകടം പറ്റിയിട്ടുണ്ട്. എന്താ സംഭവിച്ചാൽ ഇപ്പോൾ അഡീനിയത്തിൻ്റെ റീപ്പോർട്ടിങ്ങിൻ്റെ ടൈമാണ്. ഞാനിന്ന് റീപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ 1-2 അത്യാഹിതങ്ങൾ ഞാൻ കണ്ടെത്തി. അതായത് ഞാനും കുറച്ച് തിരക്കിലാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഇതിൻ്റെ പുറകെ കിടന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. എന്തായാലും സംഭവം ഞാൻ പൊട്ടിംഗ് മിക്സിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് വെറുതെ ഇതൊന്ന് എന്താ പറയുക പൊട്ടുന്ന് എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം കണ്ടത്. അതായത് എൻ്റെ അഡീനിയം വീഡിയോസ് കാണുമ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതിൻ്റെ കോഡക്സ് ഞെങ്ങുന്നു, കോഡക്സ് അഴുകിപ്പോകുന്നു, ഇലകൾ മഞ്ഞ നിറമാകുന്നു, കുറേ പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ ചില അശ്രദ്ധ കാരണം അത്തരം സംഭവങ്ങളിൽ ഞാനും പെട്ടുപോകാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു എന്താ പറയുക വീഡിയോ ആക്കിയിട്ട് ഇതെങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനെ കൂടെ കാണിക്കാമെന്ന് അതിൻ്റെ ഭാഗമായിട്ടായി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അഡീനിയം കോഡക്സിൽ സംഭവിക്കുന്ന 2 പ്രധാന കാരണങ്ങൾ, ഒന്ന് കോഡക്സ് ഞെങ്ങൽ, ഒന്ന് കോഡക്സ് ചീഞ്ഞു പോവുക. ഇത് രണ്ടും രണ്ടാട്ടോ, രണ്ടും ഒന്നല്ല. ഈ കോഡക്സ് ഞെങ്ങുക എന്ന് പറഞ്ഞാൽ കോഡക്സ് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ താഴ്ന്നു പോകും കൈ അങ്ങോട്ട്. അപ്പോൾ അത് വേറെയാണ്. കോഡക്സ് അഴുകുന്ന വേറെയാണ്, ചീഞ്ഞു പോകുന്ന വേറെയാണ്. ഈ ഞെങ്ങുന്നുള്ള പ്രധാന കാരണം ഓവർ വാട്ടറിംഗ് ആണ്, അണ്ടർ വാട്ടറിങ്. വെള്ളം ഒരുപാട് ഒഴിച്ചാലും ഇങ്ങനെ കോഡക്സ് ഞെങ്ങും, വെള്ളം കുറഞ്ഞു പോയാലും കോഡക്സ് ഞെങ്ങും. പിന്നെ നമ്മൾ ഇപ്പോൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോട്ടിൽ നിന്ന് മറ്റൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്ന സമയത്ത് കോഡക്സ് ഞങ്ങൾ സ്വാഭാവികമാണ്, കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ അഡീനിയം ചെടികൾ വാങ്ങുമ്പോൾ ഇവർ അയക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, 5-6 ദിവസം കൊണ്ട് ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോഴും നമ്മൾ കോഡക്സ് നോക്കുമ്പോൾ ഒരു ഞെങ്ങലുണ്ടാവും. അതൊക്കെ നമുക്ക് റിക്കവർ എടുക്കാവുന്നേ ഉള്ളൂ. വെള്ളം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കോഡക്സ് ചീഞ്ഞു പോകുക കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇത് എൻ്റെ അഡീനിയം ഷെഡിൽ ഞാൻ കാണിച്ചു തരാം. അടുത്തേക്ക് വന്നാൽ വളരെ ദയനീയമായ അവസ്ഥ കാണാൻ പറ്റും. നമുക്കൊരു വേറൊരു പ്രശ്നമുള്ളത്, അഡീനിയത്തിൻ്റെ ഈ ചീഞ്ഞു പോകുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനുള്ള കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ടോ, ചെടിത ഇപ്പോഴും പൂവൊക്കെ വന്ന് ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ഒരു നാടൻ അഡീനിയമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ വഴിയിൽ നിന്ന് കിട്ടി റിക്കവർ ചെയ്തെടുത്തൊരു അഡീനിയമാണ്. അതിലും പൂവുണ്ട്. ഇതും ഒരു നല്ലൊരു മൾട്ടിപെറ്റലാണ്. ഇത് 2 മൾട്ടിപെറ്റൽസും ഇത് സിംഗിൾ പെറ്റലുമാണ്. കണ്ടോ, ഇതിൻ്റെ സ്റ്റെമ്മിനോ ലീഫിനോ ഒന്നൊരു പ്രശ്നമല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല ഇതിനെന്തെങ്കിലും പരിക്കുണ്ടെന്നുള്ള കാര്യം. പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ വളരെ ദയനീയமான അവസ്ഥ. ഇതിൻ്റെ കോഡക്സ് നോക്കിയേ, ഇത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു. കണ്ടോ, ഇത്ര തന്നെ ഇളക്കി നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ശരിക്ക് ചീഞ്ഞു പോയി. ഇവിടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട, ഇതൊക്കെ പോയിരിക്കുക. ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പോയി അകത്ത്. നമ്മൾ വളരെ സൂക്ഷിച്ച് ദിവസവും പിടിച്ചിങ്ങനെ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് ഈ ഏരിയ ഒക്കെ നോക്കാണ്ട് മൊത്തം പോയി. കണ്ടോ, ഞാൻ ഹാപ്പി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കോഡക്സ് കണ്ടോ, മൊത്തം പോയി. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തീരെയും ശ്രദ്ധിക്കില്ല ഈ സാധനം. ഇവിടെ ഒന്നും കുഴപ്പമില്ല, വേരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സൈഡ് നോക്കിയേ, കണ്ട മൊത്തം പോയി. ഇതിനും അങ്ങനെ ഒരു പരിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം എനിക്കിതുവരെ സംഭവിക്കാത്തൊരു കാര്യം കേട്ടോ, ഇത്രയും കോഡക്സിൻ്റെ ഈ പ്രശ്നം. ഇത് കണ്ട, ഇവിടെയൊക്കെ പോയി, ഇത് പോയി, ഇതിവിടെയൊക്കെ പോയി. കണ്ട, അപ്പോൾ എന്തായാലും കുറച്ച് വിഷമമുണ്ടെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഇത് റിക്കവർ ചെയ്തെടുക്കാം എന്നാണ്. 100% സക്സസ് ആവണമെന്ന് ഉറപ്പില്ല. നമുക്കിത് 3 ചെടി വെച്ച് ട്രൈ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കിതിനെ 3നെയും ഈ മണ്ണിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ പൊട്ടി മിക്സൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. കണ്ടോ, ഡാമേജാണ്. അടുത്തതിനെ ഇളക്കി നോക്കാം. യെസ്, കണ്ടോ, വളരെ ഗുരുതര പ്രശ്നമാണ്. അപ്പോൾ ഇത് മഴയത്ത്, നല്ല മഴയത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോഴേ പ്രശ്നം അധികം ഉണ്ടാകുന്നത്. പൊട്ടിമിക്സ് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും കുറച്ചൊക്കെ ബ്ലോക്കായിട്ട് വീണ്ടും വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഒഴിവാക്കണമെങ്കിൽ നേരത്തെ തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല മഴയുള്ള സമയത്ത് മാറ്റി വയ്ക്കുക. അല്ല, അത്രയും നല്ല പൊട്ടിമിക്സ് ആണെങ്കിൽ മാത്രം ധൈര്യമായിട്ട് മഴയത്തേക്ക് വയ്ക്കുക. ശരിക്കും വെള്ളം കെട്ടി നിൽക്കാത്ത പൊട്ടിമിക്സ് ആണെങ്കിൽ കേട്ടോ. അപ്പം 3ാമത്തേതിനെ പൊക്കിതാക്കാം നമുക്ക്. ഇതും കണ്ടോ, ദയനീയമാണ് അവസ്ഥ. എന്തായാലും നമുക്ക് നമ്മുടെ
പരിപാടികൾ നന്നായിട്ട് ആരംഭിക്കട്ടെ. എങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാനിതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ മണ്ണും ചെളിയൊക്കെ കളയുക കേട്ടോ. എങ്കിലും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്ന് ചെടികളെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് ഈ അഴുകിയ ഭാഗമല്ലേ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക. ഒരു ദയം വേണ്ട കാര്യത്തിൽ എന്തായാലും നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മൂർച്ചയുള്ള കത്തി എടുക്കുമ്പോഴത്തേക്ക് വന്നിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഹൈഡ്രോജൻ പെറോക്സൈഡ് മറ്റൊരു സ്റ്റെറിലൈസ് എടുക്കുക. അതല്ല എങ്കിൽ ചൂടാക്കി എടുത്താലും മതി. കത്തിയും ചൂടാക്കി എടുത്താൽ കേട്ടോ കത്തിയെ. ഇതിലിത് ഈ ഭാഗം ഈ ഒരു കോഡക്സ് മൊത്തം പോയതാണ്. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതേ അഴുകിയ ഭാഗം വീണ്ടും കാണുന്നുണ്ട്. ഇതെല്ലാം പോകുന്നവരെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഈ വേര് നിർത്താൻ പറ്റിയാൽ നല്ലതാണ്. ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേരും പോട്ടെ. ഇത് മൊത്തം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ എത്ര ഉള്ളിലേക്കൊക്കെ പോയിരിക്കുന്നുണ്ടോ ചെയ്യൽ. ഇതും കൂടെ അങ്ങോട്ട് കളയാം നമുക്ക്. എന്തായാലും നമുക്ക് ആവുന്നത്ര മാറ്റി കൊടുക്കാം. ബാക്കി വെച്ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുകൊണ്ട് പിന്നെ അടിനത്തിൻ്റെ കോഡക്സേ ഇല്ലാത്തൊരവസ്ഥയായി പോകും. എന്തായാലും തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തേക്ക് നോക്കാം എന്തെങ്കിലും മാർഗം കൊണ്ടുവന്നു. ഇതാണ് അടുത്ത ആൾ. ഇത് ഈ ഒരെണ്ണം വലിയ കുഴപ്പമില്ല. എന്ത് ഗംഭീരമായിട്ടാണ് പറ്റിയിരിക്കുന്നത് കണ്ടോ. പുറത്ത് നോക്കിയാൽ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഉള്ളിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. കണ്ട ഈ ഒരു കോഡക്സ് പ്രശ്നമല്ല. ഈ വേരിങ്ങനെ നിൽക്കട്ടെ. അയ്യോ ഇതും കംപ്ലീറ്റ് പോയി. ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അന്ന് ചെറുതായിട്ടൊന്ന് അഴുകി എന്ന് മാത്രമേ കരുതുന്നത്. കാരണം ഇനി ഇത് ചെയ്യുവാണെങ്കിൽ ഇത് മറിഞ്ഞു പോയി സാധനം. ആ ഒരു പിടുത്തം ഇല്ലാണ്ടാവും. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കഴിയുന്ന രീതിയിൽ നോക്കാം. ഇനി മൂന്നാമത്തെ ആൾ. ഇയാളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് കേട്ടോ. ഇത് മൊത്തം പോയി. കാരണം ഇവിടേക്ക് വന്നാൽ പിന്നെ പിടുത്തങ്ങ് പോയി ബ്രാഞ്ചിലേക്കുള്ള. ഇത് ശരിക്കും അഴുകൽ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കണം ഇതിനകത്തൊക്കെ. ഇത് നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് വാഷ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. ഇനി ഇത് കട്ട് ചെയ്താൽ മൊത്തത്തിൽ മുറിഞ്ഞു പോയി ബ്രാഞ്ച്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ബാക്കി ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് 3 ചെടികളുടെയും കട്ട് ചെയ്ത ഭാഗം ശരിക്ക് വെള്ളം കയറ്റി ഞാൻ കഴുകി എടുത്തിട്ടുണ്ടേ. ഒക്കെ കണ്ടോ ഫുൾ. ഞാൻ നേരത്തെ ഇത് അഴുകിയതാണോ എന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കള്ളനെ ഞാൻ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. നോക്കിക്കേ കമഴ്ത്തി വെച്ചിട്ടുണ്ട് പോവാണ്ട്. ഇതിനകത്തുനിന്ന് കിട്ടിയ സാധനം കേട്ടോ. എൻ്റെ ഇത്രയും കാലത്തെ അടീനിയം വളർത്തലിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു പുഴു ഇങ്ങനെ അടീനത്തിനകത്തിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് ഏതോ വലിയൊരു ഇതിൻ്റെ ലാർവയാണെന്ന് തോന്നുന്നു എനിക്ക്. കണ്ടോ. അപ്പോൾ എന്തായാലും അവനോടെ കിടന്നോട്ടെ. നമ്മുടെ പരിപാടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ. പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. അടീനത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റി ഫംഗലാണ് സാഫ്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഈ കേട് വന്ന ഭാഗത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ തിക്കായിട്ട് എടുത്തിരിക്കുന്ന പേസ്റ്റ്, അല്ലെങ്കിൽ അത് ഒലിച്ച് പോകും താഴേക്ക്. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ബ്രഷ് ഇല്ലേ, അതുണ്ടെങ്കിൽ അകത്തോട്ട് കയറ്റി അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ബ്രഷൊന്നും കാണുന്നില്ല. ഞാൻ വിരലുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ. ബുദ്ധിമുട്ടാണ്. ഇതിൽ ഇതുപോലെ വേരിൽ എവിടെയെങ്കിലും കേടുവന്നുണ്ടെങ്കിൽ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടീനെ എപ്പോൾ ചെയ്യുമ്പോഴും എവിടെ എന്ത് കേട് വന്നാലും ആൻറ്റി ഫംഗൽ അപ്ലൈ ചെയ്യണം. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ചെടിയും കൂടി അടീനയും കേട്ടോ. ഈ ചെടി മൊത്തം നിങ്ങൾ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൻറ്റി ഫംഗൽ അങ്ങനെ കേടൊന്നും ഉണ്ടാക്കില്ല ചെടിക്ക്. അപ്പോൾ എന്തായാലും ഇതൊന്നും ഞാൻ ഭംഗിയായിട്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ബാക്കി രണ്ടിലും കൂടെ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഇതിൽ 3ലും ഞാൻ ഭംഗിയായിട്ട് സാഫിൻ്റെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഉണങ്ങട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ അഡീനിയം ചെടികളൊക്കെ അതെ ഒരു ദിവസം ഞാൻ ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട്. കണ്ടോ, സാഫൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഒടിഞ്ഞു പോകുന്നൊരവസ്ഥയിലാണ്, ചിലപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് തൂക്കിയിടണം, ഷെയ്ഡിലിടണം കേട്ടോ, വെയിലത്തിടാൻ പാടില്ല. ഇതിനെടുക്കാൻ പോവാ. ഇവിടെ നൂലൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഊഞ്ഞലിൽ തന്നെ വെക്കാനുള്ള പരിപാടി കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നോട്ടുണ്ടാവും. തല കീഴായിട്ട് തന്നെ തൂക്കിയിടണം കേട്ടോ. കുറച്ചും കൂടെ തടസ്സം ഉണ്ടാക്കും വഴിയിൽ. അടുത്തത് ഇതിലെടുക്കാം. എന്നാലും കറക്റ്റ് സ്ഥലമാണ് അവർക്ക് കിട്ടിയതല്ലേ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് കൂടെ ഇടാം. ഇതിന് ഈ ഷെയ്ഡിൽ ഒരു 25 ദിവസം കേട്ടോ, ഒരു മാസം കിടന്നാലും കുഴപ്പമില്ല, മിനിമം ഒരു 20 ദിവസമെങ്കിലും കിടക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ കേടായ അഡീനിയം ചെടികളെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇന്ന് 30 days ആയിട്ടോ. 25 days എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ 30 ദിവസമായി. നമുക്കിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. നടാനുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇതായിരുന്നു ഒരു പ്ലാന്റ്, കണ്ടോ, വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒരുവിധം ക്യൂറായി വന്നിട്ടുണ്ട്. കണ്ടോ, സാഫ് പറ്റി വെച്ചിട്ട് നമ്മളെല്ലായിടത്തും. പക്ഷേ അത് പ്രതീക്ഷയുണ്ട്, കാരണം കണ്ടോ ലീഫൊക്കെ ഇപ്പോഴും പച്ചയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, വേരും ഒക്കെ ഉണ്ട്. കോഡക്സ് ചെറുതായിട്ടൊന്ന് ഞങ്ങുന്നുണ്ട്, അത് കാര്യമാക്കണ്ട കേട്ടോ. അടുത്തത് ഇതാണ്, തീരെയും പ്രതീക്ഷയിലായിരുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞു ഇതൊരു താങ്ങൊക്കെ കൊടുക്കേണ്ടി വരും. കണ്ടോ, ഇത് മൊത്തം പോയിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് പറഞ്ഞു, തീരെയും അഴുകിപ്പോയൊരവസ്ഥയിലാണ്. അതിനുശേഷം കുറച്ചിങ്ങോട്ടൊക്കെ അഴുകി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫുള്ളായിട്ട് പോകുമെന്ന് വിചാരിച്ചത്, തീരെയും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ അതെ എല്ലാത്തിലും അവിടെ കിടന്ന് തന്നെ ലീഫ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതും നന്നായി വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരെണ്ണം കോഡക്സ് തീരെയും കട്ട് ചെയ്ത് കഴിഞ്ഞൊരു സാധനമാണ്, കണ്ടോ, അതിൽ കോഡക്സേ കിട്ടിയില്ല നമുക്ക്. പക്ഷേ അതിൻ്റെ വേര് ഫുള്ള് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരുപാട് ലേറ്റായി പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയുള്ളൂ ട്രീറ്റ്മെൻറ്റ്, ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിനൊന്ന് പോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പോട്ടി മിക്സ് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അഡീനിയത്തിന് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം എന്നൊരു വീഡിയോ തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിം പോട്ടിംഗ് മിക്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്തായാലും ഒന്നും കൂടെ പറയുന്നില്ല എന്താ പോട്ടിംഗ് മിക്സ് എന്ന്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. അതൊന്ന് നോക്കുക എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നമ്മുടെ യൂഷ്വൽ ചട്ടീസ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ആഴം കുറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഹോളുള്ളതാണ്. അപ്പോൾ ഹോൾസിനൊക്കെ ഒന്ന് മറച്ചു കൊടുക്കണം, നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ, ഡ്രെയിനേജ് ഈസി ആക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചൊരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേരൊന്നും കട്ട് ചെയ്യുന്നില്ല, ഉള്ളതെല്ലാം അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരെണ്ണം ഞാൻ പോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടും കൂടെ പോട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തേൽ നോക്കുമ്പോഴാണ് കയറ്റി കണ്ടോ ഇതിൻ്റെ വേര് ഒടിഞ്ഞു പോയിരിക്കുന്നു കേട്ടോ. അത് അത്രയും ഉണങ്ങിപ്പോയേ, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് രക്ഷപ്പെടാൻ ചാൻസ് തീരെയുമില്ല. കണ്ടോ, ആ കണക്ഷൻ അങ്ങ് പോയി. അപ്പോൾ അത് ആ ഇവിടുന്ന് അങ്ങ് ഉണങ്ങിപ്പോയി. എന്തായാലും നമുക്കിതൊന്ന് നട്ടു വെക്കാം, രക്ഷപ്പെടുവാണെങ്കിൽ ആവട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ 3 ചെടികളെയും പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെള്ളം കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. ഇതിന് വേര് പോയത് കാരണം വീണ് പോകുന്നൊരവസ്ഥയിലാട്ടോ. എന്തായാലും ഒരു താങ്ങൊക്കെ കൊടുത്തൊന്ന് രക്ഷിക്കാൻ നോക്കാം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ പ്രൊസീജിയർ ഫുള്ള് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം യൂഷ്വലി ഞാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൂണിങ്ങും പിന്നെ അതിൻ്റെ ബ്രാഞ്ച് വരുന്നതും പൂക്കൾ വരുന്നതൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റായി പോകുന്നതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് പാർട്ടായിട്ട് പറ്റിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും അഡീനിയത്തിൻ്റെ കോഡക്സ് കേടായിപ്പോയാൽ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചതിപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം കുറേ പേരിനോട് ചോദിക്കാറുണ്ട് അഡീനിയം കോഡക്സ് ഞങ്ങുന്നു, കോഡക്സ് അഴുകിപ്പോയി എന്ത് ചെയ്യും ചോദിക്കാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസിനുള്ളൊരു റിപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ ആൻസർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.